ടോണി, you've done a good job. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്തത് പോലെയായിരുന്നു ശരിക്കും വേണ്ടത്. അതെന്ത് റിസ്ക് ആയിരുന്നു അല്ലേ? ശരിക്കും നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അത് ഇത്രയും നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ പണ്ട എല്ലാ കാര്യത്തിനും അങ്ങനെ. കോളേജിൽ എൻ്റെ നിക്നെയിം തന്നെ സിൻസിയർ ഫെലോ എന്നായിരുന്നു. എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും. അതിപ്പോ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയ അതിലും. ടോണി മീൻ ചെയ്ത് എനിക്ക് മനസ്സിലായി. ഭാഗ്യം. ഇൻഡയറക്റ്റ് ടോക്ക് ആയതുകൊണ്ട് കൺവേ ആവുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അല്ല, ടോണി പറയുന്നതൊക്കെ എനിക്ക് നല്ലപോലെ കൺവേ ആവുന്നുണ്ട്. എന്നാ പിന്നെ അതിനാ ഒരു അന്യനോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറുന്നേ? അന്യരെന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കും. അവരുടെ മുമ്പിൽ ഞാൻ ചിരിച്ച് സമ്മതിച്ചു കൊടുക്കും. ബിക്കോസ് അതൊക്കെ എൻ്റെ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ്. പക്ഷെ നീ എനിക്കൊരു അന്യനല്ലാത്തതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെട്ടില്ല എന്നും ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെട്ടു എന്നും നിന്നോട് ഓപ്പൺ ആയിട്ട് പറയുന്നത്. അപ്പോ അന്യൻ എന്ത് പറഞ്ഞാലും അനു അംഗീകരിക്കും. അപ്പോ നിന്റെ മുമ്പിൽ ഞാൻ അന്യനായിട്ട് വന്നിട്ട് എന്നെ ലവ് ചെയ്യാൻ പറഞ്ഞാൽ അംഗീകരിക്കും? ഇല്ല. എന്താ? അതിന് നീ എനിക്കൊരു അന്യനല്ലല്ലോ ടോണി. ഇതിപ്പോ അന്യനിലെ അമ്പിയുടെ അതേ അവസ്ഥയാണ്. കഷ്ടം. എന്തൊരു ചൂട്. പാവങ്ങള് ക്ഷീണിച്ചു വന്നേക്കല്ലേ. എന്നാ കുടിക്കി. നീയാള് കൊള്ളാലോ. സൂപ്പർ മോനെ, സൂപ്പർ. സാറ, ക്ലീറ്റസ് എന്ന് പറഞ്ഞ ഒരാള് വന്നു. എന്താ പറഞ്ഞ? വേണമെങ്കിൽ ബോണറ്റ് വെക്കാന്ന് പറഞ്ഞു. ബോണറ്റ് അല്ല, ഡോണറ്റ്. ബോണറ്റ് വെക്കാൻ ഇതെന്താ, കാർ വർക്ക്ഷോപ്പോ? അയ്യ, എന്തൊരു തമാശ, എന്തൊരു തമാശ. ഊതല്ലേ? ഞാൻ ഊതില്ല. ഞാൻ ഊതിയ പാറു പറന്നു പോകാന്നേ ഉള്ളൂന്ന് എനിക്കറിയാലോ. അത് കലക്കി. ഞാൻ സാറേ ഊതില്ല. അതേതാ? കരിങ്കല്ലൊക്കെ കാറ്റടിച്ച പോലും പറ്റൂ. ഇല്ല. അത് കലക്കി. ആ മതി മതി. ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ചേ. പാറു അതും കൂടെ കൊടുക്ക്. ഇതെന്താ, ഈ കട മൊത്തം അങ്ങോട്ട് മേടിച്ചോ? ഇല്ല, കടയുടെ കാൽഭാഗം ബാക്കി ഇരിപ്പുണ്ട്. നിന്ന് ചിലക്കാതെ അകത്ത് വല്ല പണിയുണ്ടെങ്കിൽ നോക്ക്. ഊവേ. പാവം, അവൻ ഇത്രയും വഴക്ക് പറയണ്ടായിരുന്നു നീ. ഓ, ജ്യൂസ് കൊണ്ട് തന്നോണ്ടായിരിക്കും. അല്ല, നീ പറയുന്ന കേട്ട് തിരിച്ചൊന്നും പറയാതെ പോകുന്ന കണ്ടിട്ടാ. സാറേ, പാറു. അയ്യോ, ഇതുണ്ടോ? എന്ത്? ഇത് ആരുടെ പാസാ? എനിക്കൊന്നും അറിയില്ല. നിങ്ങളിവിടുന്ന ബാഗിൽ കിടന്നിരുന്ന. അതൊന്നുമല്ല ഇപ്പൊ പ്രശ്നം. കർത്താവേ, പൈസ. അതിനകത്ത് വല്ല ഐ ഡി കാർഡോ അഡ്രസ്സോ ഉണ്ടോ നോക്കടാ. ഇതില് ഒന്നുമില്ല. ഇതില് കുറച്ച് വിസിറ്റിംഗ് കാർഡും കുറച്ച് പൈസയാ. ഇതെങ്ങനെ അതിനകത്ത് വന്നു? എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയാനാ? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ സത്യം പറടാ, നീ വല്ലയിടത്തുനിന്ന് മോഷ്ടിച്ചു കൊണ്ടെന്നാണോ? ആ, ഞാൻ മോഷ്ടിച്ചു കൊണ്ടെന്നാ. എനിക്കിപ്പോ അതല്ലേ പണി. എന്നാലും ഇതെങ്ങനെ അതിന്റെ അകത്ത് വന്നു? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഇപ്പൊ ചെയ്യുന്ന ഒരു സാധാരണ ജോലി പോലെ ഉണ്ട്. ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എടാ, നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓഫീസിൽ നിന്നും അസൈൻമെന്റുകൾ കിട്ടുന്നത്. അത് നമ്മളൊരു സാധാരണ വർക്കായിട്ടാ കാണുന്നത്. അതാ പ്രശ്നം. പിന്നെ തിരക്ക് പിടിച്ച് ഓടിച്ചെന്നതെല്ലാം കവർ ചെയ്ത് ഓഫീസിൽ ഏൽപ്പിക്കാൻ ഒരു ഡെഡ് ലൈനും തന്നാല് ക്രിയേറ്റീവ് മൂഡ് സെറ്റ് ചെയ്യാൻ എവിടെയാ സമയം? അതാ പറഞ്ഞത്, ചെയ്യാൻ പോകുന്ന വർക്കിനൊരു ടൈമും സ്വന്തമായിട്ട് കുറച്ച് ഐഡിയാസും മനസ്സിൽ ചാർട്ട് ചെയ്യണം. ഒരു മുൻധാരണ ഉണ്ടെങ്കിൽ വർക്കിന്റെ സമയത്ത് ആ ക്രിയേറ്റീവ് ഐഡിയാസ് നമുക്ക് സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇതെല്ലാം നടന്നാ കൊള്ളാം. അല്ലെങ്കിൽ വേറെ വല്ല ജോലി നോക്കേണ്ടി വരും. നിന്റെ ഈ ആറ്റിറ്റ്യൂഡാ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത്. എന്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തോളാം. ഇപ്പൊ നീ ഇവിടുത്തെ ബില്ല് സെറ്റിലേ, നമുക്ക് ഇറങ്ങാം. അതല്ലെങ്കിൽ ഞാൻ തന്നെയാണല്ലോ പേ ചെയ്യാറ്. ഇന്നത് എടുത്തു പറയേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് കോഫി ഷോപ്പ് ഉള്ളവനാ ഇവിടെ ഇനി ബില്ല് സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ആ, സാലറി ഒന്ന് കിട്ടിക്കോട്ടെ. അതിനോട് നല്ലൊരു ട്രീറ്റ് ചെയ്യാൻ തരുന്നു. ടോണി, എന്താ? എടാ, രാവിലെ ഓഫീസിൽ വെച്ച് ജോബി എന്നോട് ഒരു 300 rupees ചോദിച്ചിരുന്നു. ചേഞ്ച് ഇല്ലാത്തോണ്ട് ഞാൻ അവന് 1000 രൂപ കൊടുത്തേ. ബാലൻസ് വാങ്ങിക്കാനും മറന്നുപോയി. അയ്യോ, എന്റെ ഒന്നുമില്ല. ഈശ്വരാ, പെട്ടു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? മൊബൈൽ എടുക്കുമെന്ന് ചോദിച്ചാലോ? ഓടിയാലോ? അപ്പൊ അവര് പുറകെ വന്നാലോ? നമുക്ക് വേഗം ഓടാം. അവര് കാറോ ബൈക്കോ കൊണ്ടുവന്നാലോ? പിന്നെ ഒന്നും ചിന്തിക്കരുത്. നേരെ കാലിൽ വേണ്ടിട്ട് സമസ്താപരാധം പൊറുക്കണേ എന്ന് പറയാം. എനിക്ക് അത്യാവശ്യം കോഫിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എനിക്കാണെങ്കിൽ അതും അറിയാൻ പാടില്ല. സാറ് ഒരുപാട് തവണ പറഞ്ഞതാ എന്തേലും ഒരു ജോലി പഠിച്ചിരിക്കണോന്ന്. ഇപ്പോഴാ അതിന്റെ അർത്ഥം മനസ്സിലായത്. ഞാൻ ഒന്ന് ജോബിനെ വിളിച്ചു നോക്കട്ടെ. അധികം ദൂരമൊന്നും ഇല്ലല്ലോ, ഇങ്ങോട്ട് വരാൻ പറയാം. ഹലോ, ജോബി എവിടെയാ? എടി, ഞാനൊരു ക്ലൈന്റ് മീറ്റിംഗിലാ, തിരിച്ചു വിളിക്കാട്ടോ. ഹലോ,
എന്താ പറഞ്ഞേ? അവനൊരു ക്ലയന്റ് മീറ്റിംഗിലാ. ഷേ, റോയിച്ചൻ ആനത്തിനെ ഒന്ന് വിളിച്ചു നോക്കാം. സ്വിച്ച് ഓഫ്, ചാർജ് ഇല്ല. ഒരു കാര്യം ചെയ്യും, നീ ആ നമ്പർ താ, ഞാൻ വിളിക്കാം. നമ്പർ എനിക്ക് കാണാൻ അറിയത്തില്ല. അപ്പൊ നമ്മൾ ശരിക്കും ലോക്ക്ഡ് ആണല്ലേ? ശരിക്കും പെട്ട്. ഇനി എന്താ ചെയ്യാ? ഇത്രയും ക്രൂഷ്യലായ ഒരു സിറ്റുവേഷനിലും നീ വായ നോക്കാൻ കാണിക്കുന്ന ഈ സിൻസിയറിറ്റി ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വായ നോക്കിയതൊന്നുമല്ല, അതാണ് ചിഞ്ചു, എന്റെ ക്ലാസ്മേറ്റാ. അരവട്ട അല്ല, മുഴുവട്ട. അതിന് അവള് വിചാരിച്ച ഇപ്പൊ നമ്മൾ ഇവിടുന്ന് രക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് മുഴുവൻ സഹിക്കേണ്ടി വരും. അത് സാരല്ല, നമുക്ക് ഡീൽ ചെയ്യാം. അവളെ വിളിക്കാം. വിളിക്കാനൊന്നുമില്ല, ഞാൻ വിളിച്ച അവൾ ഓടിച്ചാടി വരും. എന്നാ വിളിക്കടാ. വിളിക്കല്ലേ? ചിഞ്ചു, അവൾ ഓടിച്ചാടി വരുന്നു പറഞ്ഞിട്ട് നിന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. നിനക്ക് ആള് മാറിയല്ലേ? ആള് മാറിയിട്ടൊന്നുമില്ല, ഏതൊറക്കത്തിലും ഞാൻ അവളെ തിരിച്ചറിയും. എന്തോ പ്രശ്നമുണ്ട്. ചെല്ലടാ, അവിടെ ചെന്ന് സംസാരിക്കാം. ചെന്ന് വിളിക്കല്ലേ? കർത്താവേ, കഷ്ടകാലത്തിന് ടിസ്റ്റാണല്ലോ. എങ്ങനെ എവിടെ നിന്ന് ഈ പേഴ്സ് നമ്മുടെ ബാഗിലായെന്ന് എത്ര ഓർത്തിട്ടും ഒരു പിടിയുമില്ല. എന്റെ ഫലമായ സംശയം ഇനി ഷോപ്പിൽ വെച്ച് ബാഗ് മാറിപ്പോയോന്നാ. നീ ആ പേഴ്സ് ശരിക്കും നോക്ക് സുനിലെ, അതിൽ വല്ല അഡ്രസ്സോ നമ്പറോ ഉണ്ടാവും. ഒന്നുമില്ല ആനന്ദേട്ടാ, ഇതൊരു പുതിയ പേഴ്സാ. എനിക്കാകെ പേടിയാവുന്നു. അത് ഈ പണവും പ്രശസ്തിയൊക്കെ അല്ല. ഡാ ഇങ്ങതാ, ഈ പണമൊക്കെ വരുമ്പോ സാധാരണ മനുഷ്യന്മാർക്ക് വരുന്നതാ. പേടിക്കണ്ട, മാറിക്കോളും. അല്ല സുനിലെ, റോയ്ഷൻ വിളിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? ആനക്കാര്യത്തിന്റെ ഇടയിലെ ചേനക്കാരെന്ന് പറഞ്ഞ ഫോൺ കട്ടി. ഇനിയിപ്പോ ഇതിന്റെ യഥാർത്ഥ ആളെ തപ്പിപ്പിടിക്കാന്ന് പറയുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് ഇത് തുല്യായി വീതിക്കണം എന്നാ എനിക്ക് പറയാനുള്ളത്. അത് പോയിന്റ് ആനന്ദേട്ടാ, കലക്കി മുത്തേ. ഏയ്, അതൊന്നും ശരിയാവില്ല. ഇതേതോ പാവത്തിന്റെ കാശാ. ഏത് പാപത്തിന്റെ? പാപത്തിന്റെ അല്ല, പാവത്തിന്റെ. പാറു, വക്കച്ചന്റെ വാ. ഓ ബാ. ടോണി വിളിച്ചു പറഞ്ഞാലോ? അവന്റെ ഫോൺ കുറെ നേരമായി സ്വിച്ച് ഓഫാ. ഹോ, ആദ്യമായിട്ടാ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആന്ന് കേൾക്കുന്നത്. എന്റെ തീരുമാനം തന്നെയാ ശരി. ഇതേതോ പാവത്തിന്റെ കാശ, അതുകൊണ്ട് ഏതെങ്കിലും പാവങ്ങൾക്ക് തന്നെ കൊടുക്കണം. ആ, എനിക്കറിയാവുന്ന ഒരു അനാഥ മന്ദിരം ഉണ്ട്. അവിടെ കൊടുത്താലോ? നാളെ ഞാൻ അതുവഴി പോകണ്ടേ, അവിടെ കൊടുക്കാം. 30,000 രൂപ നിന്റെ കയ്യിൽ തരാനാ? എടാ, നിനക്ക് വിവരല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചു? ഞങ്ങളങ്ങനെ ചെയ്യോടാ? വിശ്വാസം ഇല്ല അല്ലേ? ഇല്ല, തീരെ ഇല്ല. നിങ്ങളിപ്പോ ഇത് പറ, ഈ പൈസ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സാറ പറഞ്ഞതിനോടാ യോജിപ്പ്. എനിക്ക് പിന്നെ ഞാനായിട്ട് എന്തിനാ എതിർക്കുന്നത്? എനിക്കും സമ്മതം. അയ്യടാ, അതിന് നിന്റെ സമ്മതോടെ ആരാ ചോദിച്ചത്? ആരും ചോദിച്ചില്ല. നമ്മളൊക്കെ ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അഭിപ്രായം പറയേണ്ടത് മര്യാദയില്ലേ? ഓഹോ, എന്നാ സുനിൽ മോൻ മര്യാദയ്ക്ക് ചെന്ന് മോന്റെ പണി നോക്ക്. ഇതേ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ത് ചെയ്യണമെന്ന്. ഓ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. കാശ് കിട്ടിയപ്പോ നമ്മളെ സൈഡാക്കി. 1 2 ചിഞ്ചു, വേണ്ട, എന്നോട് മിണ്ടണ്ട. നിന്നോട് മിണ്ടിയില്ലേ പിന്നെ ഞാൻ ആരോട് മിണ്ടാനാ മോളെ? കൂടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അവളോട് പോയി മിണ്ടാ മതി. ഛേ, അവളോട് മിണ്ടുന്ന പോലെയാണോ നിന്നോട് മിണ്ടുന്നത്? നീ എന്റെ ചിഞ്ചു അല്ലേടാ. എന്നിട്ടാണോ എന്നെ കാണുമ്പോ എപ്പോഴും ഓടി മറയുന്നത്? എന്തിനാ എല്ലാരോടും എനിക്ക് വട്ടാന്നൊക്കെ പറയുന്നേ? ടോണി മോനെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാ അത് കേട്ടോണ്ട് നിന്നിട്ടുണ്ടോ ചിഞ്ചു ഇതുവരെ? എന്നാ എന്നെ ആരെങ്കിലും കളിയാക്കാം, അപ്പൊ ടോണി മോൻ അതിന്റെ കൂടെ കൂടും. എന്താ നീ അങ്ങനെ? ചിഞ്ചു, അതൊക്കെ തമാശക്കല്ലേ. യഥാർത്ഥത്തിൽ നമ്മളാണ് ഒന്നിക്കേണ്ടവർ. അവസാനം അവസാനം പറഞ്ഞ അവസാനം എന്ന് പറഞ്ഞാ അവസാനം. ഇപ്പൊ അതല്ല പ്രശ്നം, എന്റെ പേഴ്സ് കളഞ്ഞുപോയി. ആണ് ടോണിക്കുട്ടാ, എപ്പോഴാ പോയത്? അത് പിന്നെ എപ്പൊ പോയെന്നുള്ള അവിടെ കേട്ടെ. ഇപ്പൊ ഇവിടെ ബില്ല് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. ഈ കാശ് വല്ലതും ഇരിപ്പുണ്ടോ ചിഞ്ചുവിന്റെ കയ്യില്? താങ്ക്സ് പറയേണ്ട കാര്യമില്ലെന്നറിയാം. ടോണിമോൻ പറയാതിരിക്കണ്ട, പറഞ്ഞോ. ടോണിമോൻ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ടോണിമോൻ പറയാത്തൊരു വേർഡാ അത്. അത് ഇന്നായിക്കോട്ടെ, പറഞ്ഞോ. ഓക്കെ.
താങ്ക് യു ചിഞ്ചുകുട്ടി. ഇതിവിടെ ഇരിക്കട്ടെ. ഛേ, നന്നായിട്ടുണ്ടായിരുന്നു. ശല്യം. അതെ, നിങ്ങളുടെ ഈ അഫയർ ഉണ്ടല്ലോ സ്കൂളിലും കോളേജിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. ആണാന്നോ? ഉഫ്, അതായിരുന്നു ലൈഫ്. ഞാനും ടോണിമോനും കൂടി എന്തൊക്കെ കുസൃതികൾ ഒപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇല്ല, എന്തൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്? വേണ്ട, അതൊന്നും ഇപ്പൊ പറയണ്ട. അതൊക്കെ നമുക്ക് സൗകര്യം പോലെ വേറെ ദിവസം പറയാം. എന്താ ടോണി ഇത്? പറ ചിഞ്ചു. ചിഞ്ചു സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസാ. എന്നിട്ട് പറ, എന്തൊക്കെ ഒപ്പിച്ചു ടിന്റുമോനും ടിന്റുമോളും കൂടി? അതാരൊക്കെയാ? എനിക്കറിയില്ലല്ലോ അവരെ. ഇതാ ഞാൻ പറഞ്ഞു. എന്താ ടോണിമോൻ പറഞ്ഞത്? എനിക്ക് വട്ടാന്നാ? വട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചിഞ്ചുമോൾക്കല്ല. ഇവന്റെ ഫ്രണ്ടില്ലേ ആനന്ദ്, അവന്. ശരിയാ ടോണിമോൻ പറഞ്ഞത്. എനിക്കും തോന്നിയിട്ടുണ്ട് ആനന്ദേട്ടന് വട്ടുണ്ട്. അതൊക്കെ പോട്ടെ ടോണിക്കുട്ടാ, നിന്റെ ആ പഴയ കുസൃതികളൊക്കെ എവിടെ പോയി? അത് ഈ ആളുകൾ വളരും തോറും അതൊക്കെ പോയി പോയി പക്വത എത്തുമല്ലോ. അങ്ങനെ എപ്പോഴും അതെല്ലാം കൈമോശം വന്നു പോയി. എന്നിട്ട് ഞാൻ ആ ഒന്നും കളയാതെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. അത് മോള് വളർന്ന കാര്യം മോൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാ. പിന്നെ എന്നാ ചിഞ്ചു പൊക്കോ, ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട്. ലേനു? ഇല്ല, ഒരു തിരക്കുമില്ല. ഇന്ന് മുഴുവൻ ദിവസം ചിഞ്ചുടെ. അപ്പൊ ഇന്ന് ടോണിമോൻ ഉണ്ടാവല്ലോ. ഉണ്ടാക്കാം, ടോണിമോനെ ഉണ്ടാക്കാം. വാ ചിഞ്ചു, നമുക്ക് പോവാം. വാ വാ വാ. അയ്യോ, ഇവളെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവള് പഴയതോരോന്ന് പറഞ്ഞ് അനുവിനെ വെറുപ്പിക്കും. മോനെ നീരജേ, ടാ നിന്റെ ഒരു ഹെൽപ്പ് വേണം പ്ലീസ്. നീ പറഞ്ഞ പോലെ ഇവിടെ ഒന്നും പാവപ്പെട്ടവരെ കാണുന്നില്ല. ഉണ്ടാവൂടാ, നമ്മൾ തേടി കണ്ടുപിടിക്കേണ്ടി വരും. അത് ശരിയാ, തേടി തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ഞാൻ ഈ കൊച്ചിയിൽ വന്നതിന് ശേഷം ഇതുവരെ ഒരു നല്ല പാവപ്പെട്ടവനെ ഞാൻ കണ്ടിട്ടില്ല. കോഴിക്കോടൊക്കെ എത്ര നല്ല പാവപ്പെട്ടവര്. ഇവിടെയൊക്കെ പാവപ്പെട്ടവരുണ്ട്, പക്ഷെ ഈ ഡ്രസ്സിന്റെ പച്ചപ്പിൽ നമ്മൾ വിചാരിക്കും പണക്കാരെന്ന്. ഏതായാലും ഇവിടെ ഒന്നുമില്ല, ഇനി വേറെ എവിടെയും പോയി നോക്കാം. നീ ഒരു പാവപ്പെട്ടവൻ. ആ, നല്ല ഐശ്വര്യമുള്ള പാവപ്പെട്ടവൻ. ആരത്? അളിയാ, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ച. പ്രശ്നമില്ല, കിട്ടി. നിന്റെ ഈ സഹകരണ റോഡിന്റെ ഭാഗത്ത് ഏതെങ്കിലും പാവപ്പെട്ടവന്മാരുണ്ടോ ചോദിക്കാൻ വേണ്ടി വിളിച്ച. കുഴപ്പമില്ലടാ, കിട്ടി. ദേ, ചാടിക്കയറി പൈസ ഒന്നും കൊടുത്തു കളയരുത്. അയാൾ പാവപ്പെട്ടവനാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, വാ. വളരെ പാവപ്പെട്ട ആളാണല്ലേ? അതെ, എന്താ കാര്യം? അല്ല, എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ താങ്കളെ പോലത്തെ ആൾക്കാരെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് പിന്നെ ഈ മേഖലയുള്ളവരൊക്കെ എങ്ങനെയൊക്കെ പച്ച പിടിച്ച് രക്ഷപ്പെട്ടു പോയി. അപ്പൊ ചേട്ടൻ എന്താ രക്ഷപ്പെട്ടു പോവാഞ്ഞേ? അത് വേറൊന്നുമല്ലേ, കേരളത്തിൽ ഇപ്പൊ പാവങ്ങളെ സഹായിക്കുന്ന ട്രസ്റ്റുകൾ ഒരുപാടുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ അവര് തമ്മിൽ ഭയങ്കര മത്സരമാണല്ലോ. അതിപ്പോ ട്രസ്റ്റിലേക്ക് പാവപ്പെട്ടവരെ എടുക്കണമല്ലോ അഗതികളായിട്ട്. അങ്ങനെ അഗതികളെ ട്രസ്റ്റിലേക്ക് എടുത്തെടുത്ത് ഈ സിറ്റിയിൽ അഗതികൾ ഇല്ലാതായി. അപ്പോ അഗതിയൊക്കെ ഡിമാൻഡായി. ഇപ്പൊ നല്ലൊരു അഗതിയെ കിട്ടണമെങ്കിൽ ഏകദേശം 1-2 ലക്ഷം രൂപ ചെലവുണ്ട്. അത് മാസാമാസം കൂടുന്നുണ്ട്. അത് നല്ലൊരു തുകയായ ഞാൻ എവിടെയെങ്കിലും സൈഡാകും. നല്ല ജനറൽ നോളജ് ഉള്ള അഗതിയല്ലേ? അല്ല, പാവപ്പെട്ട ആളല്ലേ? അതെ, എന്നാ കൊടുത്തേക്കാം. യെസ്. ചേട്ടാ ഞങ്ങളിങ്ങനെ ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു 10-30,000 രൂപ കൊടുക്കാന്ന് വിചാരിക്കുക. ഓ, ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. എന്നാ പിന്നെ വൈകിക്കണ്ടേ, നമുക്ക് ചടങ്ങിലേക്ക് അടക്കാം. സാറാ ക്യാഷ്. ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. ഈശ്വര, എന്റെ പൊന്നു സാറേ. ഈ പാവപ്പെട്ടവൻ ഈ 30,000 രൂപ വെച്ച് വലിയ ബംഗ്ലാവ് പണിയണേ. സ്വാഹ. ഈശ്വര, അത് നീയായിരുന്നോ? ദാ, ഇവിടെ കിടക്കുന്നു. എന്താ കാശ് പിടിച്ചോളാ.
ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനിത് എണ്ണി തീർത്തിട്ടേ പോവുള്ളൂ. ആയിക്കോട്ടെ. 30,000 ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എണ്ണുമ്പോ കുറഞ്ഞാലോ? ഇല്ല, ഞങ്ങള് 2-3 പ്രാവശ്യം എണ്ണിയതാ. എന്നാലും അങ്ങനല്ലല്ലോ. ആറ്റിക്കളഞ്ഞാലും അളന്നേ കളയാവുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അത് ചൊല്ലല്ലേ, നടക്കുന്ന കാര്യം വലുതാണോ? ആ, എന്നാ ശരി, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ഞാൻ എണ്ണുന്നില്ല. എനിക്ക് ആരുടെ ഓശാരമൊന്നും വേണം. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണം. അയ്യോ അതൊന്നും വേണ്ട. എന്റെ ഒരു സന്തോഷത്തിന്. സന്തോഷത്തിനല്ലേ സാറാ, എന്തെങ്കിലും വാങ്ങാം. നിന്റെ കാശല്ലേ, നീ പറ. എന്നാ ഒരു കോള വാങ്ങാം. എന്നാ ശരി, വരൂ. എന്തായാലും അത് ഒഴിവായി കിട്ടിയില്ലേ? കർത്താവേ, എന്താ? കോളയുടെ ധമാക്ക ഓഫർ 1,00,000 രൂപ കിട്ടിയടാ. 1,00,000 രൂപയാ? ഈശ്വരൻ തരാൻ തുടങ്ങിയപ്പോ ഒരു മര്യാദ ഇല്ലാതെ തരാണോ? അയ്യോ. അത് പിന്നെ അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നുള്ള ശരിയാ. അത് പിന്നെ എത്ര വർഷം മുമ്പാ? അപ്പൊ നീ പണ്ടേ ഇത്രയും നോട്ടി ആയിരുന്നു അല്ലേ? അല്ല, നമ്മൾ ആദ്യമായിട്ട് എവിടെന്ന കണ്ടുമുട്ടിയത്? കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പറയട്ടെ. പറ എനിക്ക് കേൾക്കണം. അനു, ദിസ് ഇസ് ലിമിറ്റ്. മതി, നിർത്ത്, ഞാൻ പോവാ. എന്താ ടോണി ഇത്? ഇതൊക്കെ ഒരു രസമല്ലേ? എനിക്ക് അത്ര രസമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ വന്നത് ടോണിമോന് ഇഷ്ടായിട്ടില്ല അല്ലേ? ആ ഇല്ല. ആ പിന്നെ എന്റെ കാശ് ഞാൻ തന്നേക്കാം. അതും പറഞ്ഞ് നീ എന്റെ കോഫി ഷോപ്പിൽ വന്ന് എന്റെ സ്വസ്ഥത എടുത്താ നോക്കിയാ. ആ ടോണി, നീ എന്താ ഇങ്ങനെ? ഇവള് വന്നത് എങ്ങനെയാ നമുക്ക് ശല്യാവുന്നേ? ഈ കുട്ടി വന്നില്ലായിരുന്നേ നമ്മൾ ഇന്ന് അവിടെ ഇരുന്നേനെ, ബില്ലും കൊടുക്കാണ്ട് ജോബി വരുന്നേരെ. ഇത് വളരെ ചീപ്പാണ്. ആ അല്ലെങ്കിൽ ഈ സാധനം എന്ന് വന്നാലും ഞാൻ ചീപ്പാകാറുണ്ട്, അല്ല ചീഞ്ഞളിയാറുണ്ട്. അനു ഇതിന് വട്ടാണ്. മതി ടോണി, നീ ഇനി കൂടുതൽ പറയാൻ നിൽക്കണ്ട. നിനക്ക് വരണമെങ്കിൽ വരാം, ഞാൻ ഇവളുടെ കൂടെ പോവാ. തടീന് ഇവിടെ പോയി കിടക്കും. ടോണി അളിയാ തെളിവിളിക്കല്ലേ പ്ലീസ്, ഞാനെത്തി. എന്താ കാര്യം പറ. എടാ, ഞാനും അനുവും സംസാരിച്ച് മാറ്ററിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴാ നാശം വന്ന് വിട്ടത്. ആര്? ചിഞ്ചു. ദൈവമേ, എന്നിട്ട് സാധനം അവിടെ ദേ പോണു. ഓ ഗോഡ്. എടാ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ എങ്ങനെയെങ്കിലും അതിൻ്റെ കൂടെ കയറ്റി വിടാം. അവൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയും. ഇല്ലെങ്കിൽ ആ നാശം എന്തേലും പണി ഒപ്പിക്കും. വാ കേറ്. ഓക്കെ, വാ വിടാം. നീ അത് മൈൻഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ചിഞ്ചു, നിന്റെ പപ്പ കോഫി ഷോപ്പിൽ വെയിറ്റ് ചെയ്യാം. പെട്ടെന്നേലും. പാവം പപ്പ, എനിക്ക് ഉടനെ കോഫി ഷോപ്പിലേക്ക് ആ പോണം. വേഗം പോ. നേരെ ഒന്ന് കൊണ്ടുവിട്. പിന്നെന്താ, വാ കേറ് കേറ്. പോട്ടെ. യാത്ര വെച്ചൊക്കെ പിന്നെ കേറും. വേഗം പിടിച്ചിരുന്നോണേ. ഓക്കെ, വിട്ടോ. രക്ഷപ്പെട്ട്. ഈ പപ്പമാരുടെയൊക്കെ ഒരു കാര്യം അല്ലേ? അപ്പ നീരജ്, അവര് തമ്മിൽ എന്താ? ആര് തമ്മില്? അനു ടോണിയും തമ്മിൽ. അവര് തമ്മില് വലിയ ലവ് അല്ലേ? കല്യാണം കഴിക്കാൻ പോവാ. രോഹിച്ച് സമ്മതിച്ചോ? എല്ലാരും സമ്മതിച്ചു. ഇനിയെങ്കിലും അവനെ ഒന്ന് വിട്ടൂടെ നിനക്ക്? നല്ല കുട്ടിയ, അത് നടക്കട്ടല്ലേ. ഞാൻ എന്തിനാ വെറുതെ അതിന്റെ ഇടയ്ക്ക്? എന്താ പറഞ്ഞേ? ടോണിമോൻ ഇഷ്ടാണെങ്കി അത് നടക്കട്ടല്ലേ നീരജ്? എന്താ ഇപ്പൊ എങ്ങനെ നീ? നമുക്ക് മാറിക്കൊടുത്തേക്കാം. പപ്പ ഒന്നും വന്നിട്ടില്ലെന്ന് എനിക്കറിയാം. അവർക്ക് ശല്യമാവാതിരിക്കാൻ ഞാൻ സ്വയം മാറിക്കൊടുത്തതാ. അവര് തമ്മിൽ നല്ല ചേർച്ച. ഇനി ഞാൻ ടോണിമോനെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. എത്ര കാലമായി ഇത്? പപ്പയോട് ഞാൻ എന്താ പറയാ? നീ ഇനി വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. അവൻ അനുവിനെ ട്രാക്കാക്കാതെ ഞാൻ നോക്കിക്കോളാം. നീ ഇത്ര അവനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനിനി നിന്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി. പറയുന്ന നീരജ കളി